പൊതുജന മധ്യത്തിൽ എൻ്റെ സാരി വലിച്ച് പറിച്ച് അത് അണ്ടർ സ്കേർട്ട് വരെ വലിച്ചു. അതായത് അപ്പോൾ വലിച്ചപ്പോൾ പൊട്ടി. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക്. അപ്പം എന്നോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അവർ ചോദിക്കുക, ഈ ബഹളവും ഒരു സ്ത്രീയെ ഇതുപോലെ ഇട്ട് ചതയ്ക്കണ കണ്ട് എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത്, എനിക്ക് മുനിസിപ്പൽ ഓഫീസിനകത്ത് കയറണമെന്ന് പറഞ്ഞു. കൗൺസിൽ ഹാളിലേക്ക് എനിക്ക് കയറണം എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥനാണ് വണ്ടിയുടെ ഡോറ് അടച്ചത്. അതായത് ഇവരെന്നെ ഉന്തി വലിച്ച് കയറ്റടാ, അവളെ എറിയടാ എന്നൊക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കായിരുന്നു. അവളെ കയറ്റടാ എന്ന് പറഞ്ഞു അവരാക്രോശിക്കുന്ന എനിക്ക് കേൾക്കായിരുന്നു. കൊന്നുകളയടാന്ന് ലോക്കൽ സെക്രട്ടറി പറയുന്നത് എനിക്ക് കേൾക്കായിരുന്നു. അപ്പം കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് അവർ വലിച്ചടച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാലെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ തുറന്നേച്ച് വലിച്ചടച്ചോ കാല്. എനിക്ക് കാലെടുക്കാനായിട്ട് ഒരു അവസരം തരാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാല് വണ്ടി ഡോറിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കാല് എന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അവിടെ ചെല്ലട്ടേടി വെട്ടിത്തരാമെന്ന്. ഒരു 18 വയസ്സ് പോലും തികയാത്തൊരു പയ്യനാ പറഞ്ഞത്. നിന്റെ കാല് അവിടെ ചെല്ലട്ടടി വെട്ടിത്തരാം. നിന്റെ മോൻ്റെ പ്രായം പോലും ഇല്ല. പോലീസുകാർ ഒരുപാട് പേര് നിൽക്കുകയാണല്ലോ. ആ പോലീസുകാർക്ക് വേണമെങ്കിൽ നമുക്കത് കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കും, നമ്മൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് തരാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അതെ. കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് അത് പോലീസിന് അവർക്കൊരു ഇതുണ്ടല്ലോ, പവറുണ്ടല്ലോ, അത് വെച്ച്. അപ്പം അത് അങ്ങനെ. പിന്നെ നമ്മൾ ഇതിനകത്ത് അപ്പോഴൊന്നും അല്ല ഇവർ ഇടപെടുന്നത്. എന്നെ വലിച്ച് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി വലിച്ച് പറിച്ചത് അത് നമ്മുടെ ഈ DYFIയുടെ കുട്ടി സഖാക്കളാണ്. നമ്മൾ ഇന്നലെ വരെ മക്കളെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെ നമ്മളെ വസ്ത്രം വലിച്ചു പറിച്ച് നമ്മളെ പൊതുജന മധ്യത്തിൽ വിവസ്ത്രയാക്കുന്ന അത് വരുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാനേ പറ്റത്തില്ല. അത് ആ സമയത്തൊന്നും ആരും ഇടപെടുന്നില്ലല്ലോ. ആദ്യം എന്നെ എങ്ങനെ അവിടുന്ന് തുരത്താന്നുള്ളതാണല്ലോ അവരുടെ ഇത്. എന്നെ അങ്ങനെ അവിടുന്ന് വണ്ടിയെ കയറ്റി എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് എനിക്ക് അതൊരു ഭയം ഉണ്ടായത്. പിന്നെ ഞാൻ ഓർത്തു വരുന്നിടത്ത് വെച്ച് കാണാം, എന്തോ ആവട്ടെ എന്നിട്ട്. ഇവരെന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനൊക്കെ പുറകിൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഡോക്ടർ വന്നു. അപ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റും BP ഒക്കെ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു വെച്ചാൽ ഒരു കാല് നോക്കിയിട്ട് പറഞ്ഞു, വേദന ഉണ്ടെങ്കിൽ പെരട്ടാന്ന് ഒരു ഓയിൽമെൻറ്റിന് എഴുതി മേശപ്പുറത്ത് പേപ്പർ വെച്ച് പോയി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി പാർട്ടി ഓഫീസ്, അതായത് CHSയിലെ ഡോക്ടറാണ്. പാർട്ടി ഓഫീസിലേക്ക് വരുത്തി. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനല്ല അവർ നോക്കിയത്.